ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണം. ഇനി ഞങ്ങളുടെ കൂട്ടത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി നിങ്ങൾ വല്ലാതെ വിഷമിച്ച് തലപുണ്ണാക്കേണ്ടതില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു, നിങ്ങളെ ഗ്രൂപ്പിൽ നിങ്ങളുടെ കൂട്ടത്തിൽ സംഘടന അഭിപ്രായക്കടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. തൗഹീദിലോ ശിർക്കിലോ ഞങ്ങൾക്ക് തർക്കമില്ല. തർക്കിച്ചാ പിന്നെ സുന്നിയാവില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലോ ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയിലോ ബഹുമാനപ്പെട്ട നജീബ് മൗലവിയുടെ നേതൃത്വത്തിൽ സമസ്ഥാനയിലോ അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘടനാപരവും ചില ശാഖാപരവുമാണ്. അത്രേ ഉള്ളൂ. ഉസൂലിയായ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കിടയിലില്ല. യാതൊരു അഭിപ്രായ വ്യത്യാസം സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം അവരെല്ലാം സുന്നികൾ തന്നെ. ഒരു തർക്കമില്ല. തൗഹീദിന്റെ കാര്യത്തിൽ തർക്കമില്ല, ശിർക്കിന്റെ കാര്യത്തിൽ തർക്കമില്ല, ബർക്കത്തെടുക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല, തവസ്സുൽ ചെയ്യാം തർക്കമില്ല, ഇസ്തിഗാസ ചെയ്യാം തർക്കമില്ല, മൗലിദ് ഓതാം തർക്കമില്ല. ഒരു തർക്കമില്ല. എന്ത് സുന്നികളാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ കാര്യത്തിൽ ഞങ്ങൾ യോജിക്കും. നിങ്ങൾക്ക് നടക്കാം. എല്ലാരും യോജിക്കും. ഞങ്ങൾക്ക് യോജിക്കാൻ നിങ്ങൾ കിട്ടൂരം വേണം. സുന്നികൾ അഹ്ലു സുന്നയുടെ പ്രചാരണത്തിൽ യോജിക്കണം. ഈ ആസുരകാലത്ത് യോജിക്കണം. എന്തേ? ഈമാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ഹക്കായ അഹ്ലു സുന്നയിൽ നിന്നും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നിസ്സാരമായ കാര്യത്തിന്റെ മേൽ നമ്മൾ യോജിക്കാതെ പരമാവധി യോജിക്കണം. അതിനപ്പുറം പറയാൻ എനിക്ക് അവകാശമില്ല, ഞാൻ ആളല്ല. പക്ഷെ എന്നാലും യോജിപ്പിന്റെ ഏറ്റവും അനിവാര്യമായ ഘട്ടമാണിത്. വിയോജിക്കേണ്ട അനിവാര്യതയൊന്നും ഇല്ലാതിരിക്കെ, ഇത്രത്തോളം ഭീകരമായ ബിദ്അത്ത് ദുനിയാവിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കെ, ലക്ഷക്കണക്കായ യുവാക്കൾ ഭീകരവാദികൾ ആയിക്കൊണ്ടിരിക്കെ നാം യോജിക്കണം. പ്രബോധന രംഗത്ത് ആദ്യം യോജിക്കണം. സംഘടനാപരമായ യോജിപ്പിനെ നേതാക്കൾ തീരുമാനിക്കും. ഞാൻ വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ്, അഹ്ലു സുന്നയെല്ലാം ഒന്നാണ്. എന്നാൽ ബിദ്അത്ത് എന്താണെങ്കിലും ബിദ്അത്ത് തന്നെ. അതിൽ ചെറിയ ബിദ്അത്ത് വലിയ ബിദ്അത്ത് എന്ന് വ്യത്യാസമില്ല. ഇദാ വഹറത്തിൽ ബിദ്അ വസക്കത്തൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദ്അത്തുകൾ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. തെറ്റായ വിശ്വാസം, തെറ്റായ അഖീദ അത് ലോകത്താകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇൽമുള്ളകൾ മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. വഹാബിസത്തിനെ ജനകീയവൽക്കരിക്കുന്ന ഒരു സാധനം ഇതൊന്നും അറിയാതെ നിശബ്ദമായി നമുക്കിടയിലുണ്ട്. അത് ഏറ്റവും അപകടകരമായ വഹാബിസം. അതാണ് തബ്ലീഗ് ജമാഅത്ത്. അവരുടെ നേതാവാരാ? മുഹമ്മദ് അബ്ദുൽ വഹാബ്. അവരുടെ ഇമാമാരാ? മുഹമ്മദ് അബ്ദുൽ വഹാബ്. ആസ്തമ വലിവുള്ള നേരത്താണെങ്കിലും ഒരു തബ്ലീഗുകാരനോട് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ എത്ര ആസ്തമ വലിവിന്റെ നേരത്താണെങ്കിലും റഹിമഹുല്ലാഹ് എന്ന് പറയാറ് മൂപ്പര് അപ്പുറം പറയും. സ്വഹാബത്തിന്റെ പേര് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ നേരം പോകും. എന്നാലും മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്ന് പറയാറ് പറയും. അത്രയും വലിയ മുലകൂടി വന്നു. എന്നാ കാണുമ്പോ നല്ല കുപ്പായം, നല്ല തലയെക്കെട്ട്, നല്ല തൊപ്പി, നല്ല താടി, എല്ലാരെ കണ്ടാലും ഇങ്ങനെ വിളിച്ചാട്ടി പറയുമ്പോ നാട്ടുകാർ വിട്ടുപോകും.
കച്ചവടക്കാര്, മുതലാളിമാര്, പൈസക്കാര് മുഴുവനും ബിദ്അത്തിലെത്തിയത് തബ്ലീഗ് എന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. ആ ഏജൻസിയെ വഹാബികളിപ്പോ കുടുങ്ങി. സൗദി വഹാബി വരെ പുറത്താക്കി. കാരണം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കൊല്ലണോ തള്ളണോ എന്ന ഇടത്താണ് ഇപ്പോൾ സൗദി ഉള്ളത്. കാരണം ഇയാളെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലാണ്. ഏതായാലും കൊട്ടാരത്തിൽ സംസാരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴും ഈ റഹിമഹുള്ള കേട്ടപ്പോൾ ഇവർക്ക് പിന്നെ ബേജാറായി, പുറത്താക്കി. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. ചിന്തിക്ക്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ അവിടെ നോക്കിയിരിക്കാൻ പാടില്ല. പറയുമ്പോൾ ന്യായമായ രീതിയിലാണ് പറയേണ്ടത്. മറുവിഭാഗത്തെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പറയേണ്ടത്. കേരള സംസ്ഥാന ജമിയത്തുലമ അടക്കമുള്ളവരെ കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. ആ സംസാരത്തിനു പകരം തറവാട്ടിലേക്ക് പോകുന്നോളി എല്ലാവരും ബാക്കിയൊക്കെ മാറ്റിച്ചോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഈ പ്രഖ്യാപനം. ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ രസമുണ്ടായിരുന്നു. ആ തറവാട് നല്ല സുഖകരമായി ശാന്തമായി എല്ലാവരും ചെല്ലണമെന്ന് കൊതിച്ച് നിൽക്കുന്ന അസൂയാവഹമായ രീതിയിൽ ജ്വലിച്ച് നിൽക്കുകയാണെങ്കിൽ ഇത് പറയുന്ന സമയത്ത് ആ തറവാടിൻ്റെ കഥ എന്താ? തല്ലൊഴിഞ്ഞ നേരമുണ്ടോ? കലഹം തീർന്ന സമയമുണ്ടോ? ബാക്കിയേറ്റൊഴിഞ്ഞ നേരമുണ്ടോ? ആരാണ് തറവാട്ടിലുള്ളത്? തറവാട്ടിൽ ആരാന്നാ പറയുന്നത്? പാണക്കാട്ട് തങ്ങന്മാർ പുറത്ത്, അവരെ സ്വീകരിക്കുന്നവർ പുറത്ത്. ഈ രീതിയിലുള്ള ഒരു തറവാടിലേക്കാണോ സുന്നികളെ ഒന്നായിട്ട് ക്ഷണിക്കുന്നത്? അപ്പോൾ തറവാടൊന്ന് ശുദ്ധീകരിച്ച്, തറവാട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ എല്ലാവരെയും ഭാഗഭാക്കാകാൻ വേണ്ടി പരിശ്രമിച്ച് ആത്മാർത്ഥമായി ഇന്നത്തെ ചുറ്റുപാടിൽ ബഹുസ്വര ഇന്ത്യയിൽ, മതേതര ഇന്ത്യയിൽ മതേതരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധം കലുഷമായ വർഗീയ വിഷം വമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ കേരള സംസ്ഥാന ജമിയത്തുലമയെ ഇതിൽ ലക്ഷ്യമാക്കിയിരിക്കാൻ സാധ്യതയില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കട്ടെ. ഉണ്ടെങ്കിൽ കേരള സംസ്ഥാന ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം അത് രൂപീകരിക്കാൻ ഇടയാക്കിയ പശ്ചാത്തലം എന്താണോ ആ പശ്ചാത്തലത്തിനനുസരിച്ചുകൊണ്ട് അവിഭക്ത സമസ്തയുടെ 42 വർഷത്തെ നയം സുന്ദരമായി സമസ്ത കേരള ജമിയത്തുലമ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കേരള സംസ്ഥാന ജമിയത്തുലമ പിരിച്ചുവിട്ടുകൊണ്ടു തന്നെ അതിൻ്റെ അംഗങ്ങളൊക്കെ സമസ്തയിലേക്ക് വരാൻ തയ്യാറാണ്. ഇന്ന് കേരള സംസ്ഥാന ജമിയത്തുലമയിലുള്ള പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മൗലാന കടങ്ങൽ ഉസ്താദ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കേരള സംസ്ഥാന ജമിയത്തുലമ എന്ന സംഘം, ആ സംഘത്തിൻ്റെ സത്യത, ആ സംഘത്തിൻ്റെ ആദർശ ഭദ്രത, ആ സംഘത്തിൻ്റെ പ്രതിബദ്ധത, ആ സംഘത്തിൻ്റെ മഹിമ കണ്ടുകൊണ്ട് അതിൽ ചേർന്നവരാണ്. സമസ്ത ഭൂരിപക്ഷത്തിൻ്റേതായി അന്നൊക്കെ ഉണ്ട്. ഉദാഹരണമായി ഈ ഉള്ളവനെ പോലുള്ള ആളുകളൊക്കെ കേരള സംസ്ഥാന ജമിയത്തുലമയിൽ ചേരുന്നത് വലിയ ഭൂരിപക്ഷത്തിൻ്റെ സംഘമായി ആയിരക്കണക്കിന് മദ്രസകൾ നടത്തിക്കൊണ്ടുപോകുന്ന പ്രസ്ഥാനമായി സമസ്ത കേരള ജമിയത്തുലമ നിലവിലിരിക്കുകയാണ്. അപ്പം ആ ഭൂരിപക്ഷത്തിൻ്റെ മഹാസംഘത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണമെന്ന മോഹമുണ്ടെങ്കിൽ കേരള സംസ്ഥാന ജമിയത്തിലേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നല്ലോ, സമസ്ത കേരള ജമിയത്തുലമയിലേക്ക് പോന്നാൽ മതിയായിരുന്നല്ലോ. അപ്പം നിലവിലിരിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ സമസ്ത കേരള ജമിയത്തുലമ പോരാ, അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരള സംസ്ഥാന ജമിയത്തുലമയിൽ ചേർന്നിട്ടുള്ളവരാണ് അവിഭക്ത സമസ്തയിൽ മെമ്പറായിരുന്ന പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും ഇന്ന് സംസ്ഥാന ജമിയത്തുലമയിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാന ജമിയത്തുലമക്ക് സമസ്ത നേരാകുകയേ വേണ്ടുള്ളൂ. സമസ്ത നേരായാൽ കേരള സംസ്ഥാന ജമിയത്തുലമ ഇല്ലാതാകും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജമിയത്തുലമയ്ക്ക് പറയാനുള്ളത്. സംസ്ഥയിലെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യ ചർച്ച വീണ്ടും സജീവമാകുകയാണ്. 2018 ഒരു ഐക്യ ചർച്ച നടന്നിരുന്നു. അന്ന് മധ്യസ്ഥരായത് 2 പേരാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും മറ്റൊന്ന് ഡോക്ടർ EN അബ്ദുൽ ലത്തീഫും. അന്ന് മധ്യസ്ഥത വഹിച്ച 2 പേരിൽ ഒരാളായ ഡോക്ടർ EN അബ്ദുൽ ലത്തീഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. വീണ്ടും ഐക്യ ചർച്ച സജീവമാണ്. AP വിഭാഗമാണെങ്കിലും EK വിഭാഗമാണെങ്കിലും അതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. താങ്കൾ 2018 അതിന് മധ്യസ്ഥത നിന്ന ഒരാളാണ്. ആ ഒരു രണ്ടും ചർച്ച തുടരാം എന്ന് പറയുന്ന ആ പ്രതികരണത്തോട് ഉള്ള അങ്ങയുടെ ആദ്യ പ്രതികരണം എന്താ? വളരെ സന്തോഷകരമായ
ഒരു പ്രതികരണമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം 2018 നമ്മൾ സമാന മനസ്കരായ രണ്ട് വിഭാഗവും ഒന്നിക്കണമെന്ന് താല്പര്യമുള്ള കുറച്ചാളുകൾ ഒത്തുകൂടുകയും അങ്ങനെ അന്ന് ഞങ്ങൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോയി കാണുകയും അങ്ങനെ ഈ ഒരു ഉദ്യമത്തിന് നേതൃത്വം ഏറ്റെടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു കത്ത് തയ്യാറാക്കി ഒരു സമിതി ഉണ്ടാക്കി. അതിൽ അതിൻ്റെ സമിതിയുടെ ചെയർമാനായിട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും കൺവീനറായിട്ട് ഈ വിനീതനെയും തെരഞ്ഞെടുത്തു. അതിൽ മറ്റ് 4 പേര് അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. ഒന്ന് സയ്യിദ് സാലിഹ് ജിഫ്രി തങ്ങൾ, പിന്നെ ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞ UK അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, അതുപോലെ കരുവാരക്കുണ്ട് അബ്ദുസലാം ദാരിമി, അതുപോലെ മുസ്തഫ ബാക്കവി തെന്നല തുടങ്ങിയ 4-5 ആളുകൾ ഉള്ള ഒരു കമ്മിറ്റിയാണ് അന്നുണ്ടാക്കിയിട്ടുള്ളത്. ഈ കമ്മിറ്റി ഒരു കത്ത് ഇരുവിഭാഗം സമസ്തകൾക്കും കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വിഭാഗത്തിൽ നിന്നും വളരെ താല്പര്യപൂർവ്വം 4 ആളുകളെ അവർ നിശ്ചയിച്ച് ചർച്ചയ്ക്ക് വേണ്ടി തരികയും ചെയ്തു. അങ്ങനെ ഏകദേശം ഈ വീട്ടിൽ വെച്ചാണ് ചർച്ചകളൊക്കെ നടന്നിരുന്നത്. ഏകദേശം 16-17 സിറ്റിംഗ് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലം എന്ന നിലയ്ക്ക് ഒരുപാട് ഗുണപരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ ഒരു ചർച്ച 2 വിഭാഗത്തിൽ നിന്നും അതിൻ്റെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാർ തന്നെ ചർച്ച വീണ്ടും വേണം, നമുക്ക് ഒന്നിക്കണം, ഇങ്ങനെ ഭിന്നിച്ചു പോയാൽ പോരാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ തുടങ്ങി വെച്ച ഒരു ഉദ്യമം അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുന്നു എന്ന് കാണുമ്പോൾ അത് തീർത്തും സന്തോഷിക്കേണ്ടതാണല്ലോ. ഈ 2018 ചർച്ച 16ഓളം സിറ്റിംഗ് നടന്നെന്ന് പറഞ്ഞു. പിന്നീട് എന്താണ് സംഭവിച്ചത്? അന്ന് ചർച്ചകൾ നടന്നു. അത് വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ട് അതിനടുത്തൊരു തീരുമാനം സമ്പൂർണ്ണ ലയനം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങിയിട്ടുള്ളത്. നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ സംഘടനകൾ 2ആയി ഭിന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് അടിത്തട്ടിലുള്ള ആളുകളെ, അതിൻ്റെ അണികളെ പരസ്പരം ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പം അതിനുവേണ്ടി അന്ന് പല മഹല്ലുകളിലും അടഞ്ഞുകിടക്കുന്ന പള്ളികളുണ്ടായിരുന്നു, മദ്രസകളുണ്ടായിരുന്നു, പ്രശ്നബാധിത മഹല്ലുകളുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നമുക്ക് കുറച്ച് മഹല്ലുകൾ ഏറ്റെടുത്തിട്ട് അവിടെയുള്ള പ്രശ്നം തീർത്ത് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകൾക്കൊക്കെ ഈ ഒരു മെസ്സേജ്, ഇനി മഹല്ലുകളിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള നിലക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, കുറേ സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുടിക്കോട്. അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായൊരു മഹല്ലായിരുന്നു. ആ മഹല്ല് നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പള്ളി തുറന്നു. ഇന്നും അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടു കൂടി ആ മഹല്ലിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന കരിപ്പൂര്, അതുപോലെ കക്കോ തുടങ്ങിയ മഹല്ലുകളും ഞങ്ങൾ അവർക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചു. പക്ഷെ അതിൽ പിന്നെ കരിപ്പൂര് നമ്മുടെ വഖഫ് ബോർഡ് ഇടപെട്ട് ആ പള്ളി ഇതിൻ്റെ ചർച്ചയുടെ അതേ സമയത്ത് തന്നെ അതിൻ്റെ ചെയർമാനുമായി റഷീദ് അലി ശിഹാബ് തങ്ങളുമായൊക്കെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ അതും തുറന്നു. കക്കോവ് പിന്നെ അവിടെ ആ സമയത്ത് ഇലക്ഷൻ സമയമായതുകൊണ്ട് ഈ വഖഫ് ബോർഡിൻ്റെ ഇലക്ഷൻ അതുമായി ബന്ധപ്പെട്ട് അതും തുറന്നു. പക്ഷെ മൊത്തത്തിൽ ആ ചർച്ച കൊണ്ടുണ്ടായൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ അകന്നു നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചുകൊണ്ടിരുന്ന 2 വിഭാഗം ഈ കലഹങ്ങളൊക്കെ ഏകദേശം മതിയാക്കി ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നീങ്ങി. അങ്ങനെ ആ സമയം ചർച്ചകളൊക്കെ കുറേ മുന്നോട്ട് പോയി. അപ്പോഴാണ് നമ്മുടെ കോവിഡ് വരുന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ 2019 COVID-19 എന്നാണല്ലോ നമ്മൾ പറയാറ്. അപ്പോൾ ആ സമയമായപ്പോൾ കൂടിയിരിക്കാൻ പ്രയാസമായി. പിന്നെ പലപ്പോഴും പല മഹല്ലുകളെയും ആളുകൾ നമ്മൾ വിളിച്ചു വരുത്തേണ്ടി വരുമ്പോൾ ഇത്രയും ആളുകൾ ഒന്നിച്ച് ക്രൗഡായിട്ട് കൂട്ടുക എന്നുള്ളത് പ്രയാസമായി മാറി. അങ്ങനെയാണ് തൽക്കാലം ചർച്ച അവിടെ നിന്നുപോയത്. പിന്നീട് അത് കോവിഡ് കാലമൊക്കെ കഴിഞ്ഞെങ്കിലും പിന്നെ നമ്മളൊക്കെ പല എൻഗേജ്മെൻറ്റിൽ, ഞാൻ മെഡിക്കൽ കോളേജിലാണ്, എൻ്റെതായ തിരക്കുകളുണ്ട്, പിന്നെ മറ്റാളുകളൊക്കെ പല രീതിയിൽ എൻഗേജഡ് ആയിരിക്കാം. പിന്നീട് നമ്മൾ അങ്ങനെ ഒരു മുന്നോട്ടത് അങ്ങോട്ട് തുടർന്നില്ല. പക്ഷെ അത് പ്രത്യേക കാരണം കൊണ്ട് നിന്ന് പോയതോ ആരോ നിർത്താൻ പറഞ്ഞതുകൊണ്ട് നിർത്തിയതോ അല്ല. പിന്നീട് ഈ കോവിഡിന്റെ മാനദണ്ഡങ്ങളൊക്കെ മാറിയതിനു ശേഷം, നിയന്ത്രണങ്ങളൊക്കെ മാറിയതിനു ശേഷം പിന്നീട് ഒരു സിറ്റിങ്ങിന് വേണ്ടി ശ്രമിച്ചിരുന്നോ? പിന്നീട് അതിന് ഞാൻ ശ്രമം നടത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പോഴേക്ക് പിന്നെ ഈ പൗരത്വ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ പലതും വരികയും പിന്നെ നമ്മളിത് ചെയ്യാതെ തന്നെ ഇവരൊക്കെ എല്ലാവരും ഒരേ വേദിയിൽ പങ്കെടുക്കുകയും
കോഴിക്കോടൊക്കെയുള്ള പരിപാടി എല്ലാ വിഭാഗവും ഒന്നിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം വന്നപ്പോൾ പിന്നീട് ഞാനും കുറച്ച് ജോലി ഭാരമൊക്കെ ഉള്ളത് കൊണ്ട് ഇതിന് ഒരുപാട് സമയം വേണം. കാരണം ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ചകളുണ്ടാവും. ഒരുപാട് ദിവസം നമുക്ക് ലീവ് എടുക്കേണ്ടൊക്കെ വരും. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നീട് ഞാൻ അതിലേക്ക് അപ്പോഴേക്ക് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്തു. എവിടെയും കാര്യമായ പ്രശ്നങ്ങളില്ല, മഹല്ലുകളൊക്കെ വളരെ സൗഹൃദം, പലയിടത്തും നബിദിന പരിപാടികളൊക്കെ ഒന്നിച്ച് നടത്താൻ തുടങ്ങി. അപ്പം ഇങ്ങനൊരു സൗഹൃദ അന്തരീക്ഷം വന്നപ്പോൾ പിന്നീട് അങ്ങോട്ട് കൂടുതൽ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളും ഇവരെ രണ്ടു വിഭാഗമായിട്ട് സംസാരിക്കുമ്പോഴും അവരെല്ലാവരും വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ്. ഇനിയിപ്പോ ഒരു ചർച്ച വരുമ്പം ഇപ്പൊ നിങ്ങളുടെ ആ സമിതി ഇപ്പോഴും പ്രാബല്യത്തിലുള്ളതാണോ, അത് ഈ സമിതി തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ തുടർ ചർച്ചകൾക്ക് അല്ലെങ്കിൽ വേറെ സമിതി ഉണ്ടാക്കണോ? നമ്മൾ ആ സമിതി ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല. നമ്മൾ അന്ന് തൽക്കാലം ചർച്ച അവിടെ നിർത്തിവെച്ചു എന്നല്ലാതെ സമിതി നമ്മൾ പിരിച്ചുവിട്ടെന്നോ അല്ലെങ്കിൽ സമിതിന് വേണ്ടെന്നോ ഒന്നും വെച്ചിട്ടില്ല. അതേ സമിതി അവരെഴുതി തന്ന കത്തുകളാണ് ഇത്. 2 സമസ്തയും അന്ന് എനിക്ക് ഞങ്ങൾ കത്ത് കൊടുക്കുകയും അങ്ങനെ 4 ആളുകളെ അവർ നമുക്ക് തന്നുകൊണ്ട് 2 വിഭാഗം, ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ റാലിക്കുട്ടി ഉസ്താദ് എഴുതി തന്നതാണ്. ഇത് AP ഉസ്താദ് എഴുതി തന്നതാണ്. അപ്പോൾ 2 വിഭാഗവും 4 ആളുകളെ തെരഞ്ഞെടുത്ത് നമ്മൾ അതിനുള്ള ചർച്ചകൾക്ക് വേണ്ടി അംഗീകരിച്ചുകൊണ്ട് തന്ന കത്തുകളാണ്. ഈ കത്ത് ഇപ്പം നിലവിലുണ്ട്. കമ്മിറ്റി നമ്മൾ പിരിച്ചുവിട്ടിട്ടില്ല. കമ്മിറ്റി ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷെ ഇനി അടുത്ത ചർച്ചകൾ വരുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകണോ മറ്റാളുകൾ പോകണോ എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ചൊരു സംഭവം എന്ന നിലക്ക് എല്ലാവിധ സഹകരണങ്ങളും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം നമ്മൾ തുടങ്ങി വെച്ച ആ ഉദ്യമം അത് സാക്ഷാത്കരിക്കപ്പെട്ട് കാണുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പം സമിതി പിരിച്ചുവിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പം നമുക്ക് സ്വമേധയാ 2 കൂട്ടരും വീണ്ടും താല്പര്യം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ആ സമിതിയുടെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് വീണ്ടും ഒരു കത്തെഴുതാനോ അല്ലെങ്കിൽ വീണ്ടും അവരുടെ ഒരു ആശയവിനിമയം നടത്താനോ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? അത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാനിതുവരെ അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. സമിതി കൂടിയിട്ടില്ല. ഇപ്പൊ ഈ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ഉള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണല്ലോ ഈ ഐക്യ ആഹ്വാനങ്ങൾ വീണ്ടും വന്നിട്ടുള്ളത്. അത് സമിതി ആലോചിച്ചിട്ട് അതിന് മുന്നോട്ട് നീങ്ങണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ചുരുങ്ങിയപക്ഷം ഞങ്ങൾ ഈ സമിതി എന്ന നിലയ്ക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു കത്തെങ്കിലും 2 കൂട്ടർക്കും നൽകാവുന്നതല്ലേ? അത് കൊടുക്കാവുന്നതാണ്. പക്ഷെ അതിന് സാദിഖ് അലി തങ്ങളാണ് ചെയർമാൻ. ഓരോക്കായിട്ട് സംസാരിച്ചിട്ട് പോകണം നമുക്ക് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഈ ചർച്ചയിൽ നമുക്ക് നേരത്തെ പറഞ്ഞു 2 പേരും വലിയ ഭിന്നതയിൽ നിൽക്കുകയും പിന്നീട് വലിയ സൗഹൃദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അത് ഈ ചർച്ചയിൽ നമുക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിരുന്നത് എന്തായിരുന്നു? സത്യത്തിൽ കാര്യമായ വെല്ലുവിളികളൊന്നും നമ്മുടെ മുമ്പിലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. ഇപ്പോൾ AP വിഭാഗത്തിൽ AP ഉസ്താദ് അടക്കം ഞാൻ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. എന്നോട് തന്നെ പറഞ്ഞത് എൻ്റെ ജീവിതകാലത്ത് തന്നെ ഇതൊന്നിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതുപോലെ ഞാൻ വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ആളാണ്. ഈ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും വളരെ താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ താല്പര്യം കൊണ്ടാണ് ഇത് മുന്നോട്ട് വന്നത്. സാദിഖ് അലി തങ്ങളാണ് ഒപ്പിട്ട് 2 വിഭാഗത്തെയും നിങ്ങൾ ചർച്ചയ്ക്ക് വരണം എന്ന് പറഞ്ഞ് വിളിച്ചത് സാദിഖ് അലി തങ്ങളാണ്. അപ്പോൾ എല്ലാ വിഭാഗത്തിലും നല്ല സപ്പോർട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ തൽക്കാലം അവിടെ നിന്നുപോയി എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ തുടർ ചർച്ചകളിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്ത് കാര്യത്തില്ല, ഇപ്പൊ നമ്മൾ അന്ന് ഒരുപാട് കാര്യങ്ങൾ 16ഓളം സിറ്റിംഗിൽ വരികയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. ഇനി അതൊരു തുടർ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് 2 കൂട്ടർക്കും മുന്നിലേക്ക് അല്ലെങ്കിൽ പരിഗണനയിലേക്ക് വരേണ്ടത്? ഇതിൽ നമ്മൾ 2-3 ഏരിയകളാണ് നമ്മളന്ന് പരിഗണിച്ചത്. ഒന്ന്, നമ്മൾ ഈ അണികൾ മാനസികമായ ഒരു സൗഹൃദം ഉണ്ടാവണം. 2, സംഘടനാപരമായ ലയനം സാധിക്കണം. 3-മത്തത് ഒരുപാട് സ്ഥാപനങ്ങളും ആസ്തികളും ഉണ്ട്. ഇതാര് കൈകാര്യം ചെയ്യണം? കാരണം ഇപ്പോൾ കഷ്ടപ്പെട്ട് ഓരോ വിഭാഗവും പടുത്തുയർത്തിയ സ്ഥാപനങ്ങളാണല്ലോ. അപ്പോൾ ആ സ്ഥാപനങ്ങൾ പെട്ടെന്ന് ലയനത്തിലൂടെ പിന്നെ എന്ത് സംഭവിക്കുന്നുള്ള ആശങ്കകളുണ്ടാവും. ഈ ഏരിയകളൊക്കെ നമുക്കതിന് പരിഹാരം കാണേണ്ടതാണ്. അന്നത്തെ ചർച്ചയിൽ നമ്മൾ ഈ ഏരിയയിലേക്ക് കൂടുതൽ കടന്നിട്ടില്ല. നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ നാട്ടിൽ നിലനിൽക്കുന്ന കലുഷിത അന്തരീക്ഷം ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കാണ് ആദ്യം നടന്നിട്ടുള്ളത്. ഇനി സംഘടനാപരമായ ലയനത്തെപ്പറ്റി, ആസ്തികളെപ്പറ്റി, സ്ഥാപനങ്ങളെപ്പറ്റി, ഇതിനൊക്കെ പറ്റി ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ട്. പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ കിടക്കുന്നുണ്ടാവും. അതായത് ആളുകളെപ്പോഴും അതാണൊരു പ്രധാന വെല്ലുവിളിയായിട്ട് ആളുകൾക്ക് തോന്നുന്നത്. കാരണം ലയനം വരുമ്പോൾ ആരാണ് അതിന്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ ആസ്തികളുടെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അത് ആദ്യത്തെ ചർച്ചയിൽ ഒരു സിറ്റിംഗിലെങ്ങാനും വരികയും അവരുടെ ഭാഗത്ത് നിന്ന് അതിനകത്തൊരു പൂർണ്ണ സഹകരണം വരികയൊക്കെ ചെയ്തിരുന്നു. അല്ല, നമ്മൾ ആദ്യത്തെ തീരുമാനം തന്നെ സമ്പൂർണ്ണ ലയനം ആണ് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസിഷൻ തന്നെ അതായിരുന്നു. അപ്പോൾ
ഇതൊക്കെ അതിൽ കടന്നു വരുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെയാന്നുള്ളതിന്റെ ഫൈനൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ചർച്ച പോയിട്ടില്ല. ഇപ്പം കാന്തൂർ ഉസ്താദ് ആണെങ്കിലും ജിഫ്രി തങ്ങളാണെങ്കിലും അവരും എല്ലാ കാര്യങ്ങളിലും വളരെ പിന്തുണ തന്നെയായിരുന്നു തന്നിരുന്നത്. വളരെ 100% പിന്തുണ, 100% പിന്തുണയാണ് രണ്ട് വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഈ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചകളിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ? ഞാൻ സാദിഖ് അലി തങ്ങൾ അതിനകത്ത് ഉണ്ട്, പക്ഷെ അതിൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ എങ്ങനെയും ഇൻവോൾവ് ആയിട്ടുണ്ടോ? പാർട്ടി എന്ന രീതിയിൽ ആരും ഇൻവോൾവ് ആയിട്ടില്ല. സാദിഖ് അലി തങ്ങൾ അതിന്റെ ചെയർമാനാണ്. അപ്പോൾ സാദിഖ് അലി തങ്ങളാണ് ഈ ലെറ്റർ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് തങ്ങളും ഞാനും സൈൻ ചെയ്തിട്ടാണ് രണ്ട് വിഭാഗത്തിനും കൊടുത്തിട്ടുള്ളത്. അത് വ്യക്തിപരമായിട്ടാണ്. പിന്നെ ഞങ്ങൾ മുസ്ലിം ലീഗിലെ പല ആളുകളെയും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി കണ്ടിരുന്നു. അദ്ദേഹം വളരെ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് മണിക്കൂറുകളോളം വീട്ടിലിരുന്ന് സംസാരിച്ചു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. പിന്നെ തുടക്കത്തിൽ തന്നെ ഹൈദരലി ശിഹാബ് തങ്ങളെ കണ്ടിരുന്നു. അങ്ങനെ ഇങ്ങനെ തുടങ്ങി എല്ലാ നേതാക്കളെയും ഞങ്ങൾ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ടും ഇത് നടക്കേണ്ടതാണ്, കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പ്രതികരിച്ചിട്ടുള്ളത്. ഒരു വിമർശനം വരുന്നത് മുസ്ലിം ലീഗ് ഒരു ഘട്ടം എത്തിയപ്പം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഒരു വസ്തുതയുണ്ടോ? കാരണം സംഘടനാപരമായ ഒരു ഇടപെടൽ ഇതിനുണ്ടായിട്ടില്ല. ആരും ഒരു സംഘടനയും ഇതിൽ നേരിട്ട് വന്നിട്ടില്ല. പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളാണ് സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സംഘടനാപരമായ ഒരു ഇടപെടലും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി വേറെ ആരെങ്കിലും എന്താ പറയുന്നതിന്റെ എന്താണ് യാഥാർത്ഥ്യം നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് 100% പിന്തുണയാണ് ആ ഭാഗത്ത് നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്. രണ്ട് ഗ്രൂപ്പും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ അവർ അതൊരു രാഷ്ട്രീയ ശക്തിയായി മാറുമോ എന്നുള്ളൊരു ആശങ്ക അങ്ങനെ അത് ആരും ഞാനുമായി പങ്കുവച്ചിട്ടില്ല. നമ്മൾ അവർക്ക് പിന്തുണകൾ നടക്കാനും സാദിഖ് അലി തങ്ങൾ തന്നെ മലപ്പുറത്തുള്ള പ്രോഗ്രാമിൽ അദ്ദേഹമാണ് അധ്യക്ഷം വഹിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സിറ്റിങ്ങിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ പൂർണ്ണ സഹകരണവും പിന്നെ ഓരോ സമയം വരുമ്പോഴും അദ്ദേഹത്തോട് അപ്ഡേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒക്കെ പൂർണ്ണ പിന്തുണയോട് കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാതെ സംഘടനാ തലത്തിൽ നിർത്തി വെക്കാനുള്ള ഒരു കാര്യമോ സംഘടനയുടെ ആരും നമ്മളെ വിളിക്കുകയോ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. വീണ്ടും ചർച്ചകളിലേക്ക് വരുമ്പം ഇനിയൊരു ലയനം, സമ്പൂർണ്ണ ലയനം എന്നതിലേക്ക് എത്ര സമയം വേണ്ടിവരും? രണ്ടു കൂട്ടരും വളരെ അനുകൂലമായി നിന്നാൽ ഇത് രണ്ട് വിഭാഗവും എത്രമാത്രം സഹകരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. അവർ രണ്ടും വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ മാസങ്ങൾ കൊണ്ടോ ഒരു 1-2 വർഷം കൊണ്ടോ ഒക്കെ ചെയ്തു തീർക്കാവുന്നതാണ്. കാരണം സംഘടനയുടെ എല്ലാ തലങ്ങളിലേക്കും ചർച്ചകൾ പോകേണ്ടതുണ്ടാവുമല്ലോ. അപ്പോൾ അത് അവരുടെ താല്പര്യം അനുസരിച്ച് ഫാസ്റ്റ് ആക്കാൻ പറ്റും, ഡിലേ വരുത്താനും പറ്റും. എന്തായാലും വലിയ പ്രതീക്ഷയാണ്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം, കാരണം നമ്മളന്ന് തുടങ്ങിയ സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഇത് ലയിക്കണം, ഇങ്ങനെ ഭിന്നിച്ചു പോയാൽ പറ്റില്ല. കാരണം സമൂഹത്തിന്റെ ഊർജം, സമ്പത്ത്, അതുപോലെ യുവാക്കളുടെ സമയം, മനസമാധാനം, പല കുടുംബങ്ങളിലും കലഹങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഭിന്നിപ്പോണ്ടുണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം എന്നതാണ് നമ്മളന്ന് എഴുതി കൊടുത്തത് തന്നെ രണ്ട് വിഭാഗത്തിന്. അപ്പോൾ അന്ന് നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. പക്ഷെ ഇന്നതല്ല. ഇന്ന് മൊത്തം സമൂഹം രണ്ട് സമ്മേളനങ്ങളിലും ഈ ഒരു ആഹ്വാനം രണ്ട് വിഭാഗം നടത്തിയപ്പോൾ ഉണ്ടായ പ്രതികരണം ഞാനത് വളരെ സൂക്ഷ്മം വീക്ഷിച്ചു. വലിയ പ്രതികരണമാണ് രണ്ട് വിഭാഗത്തിനും. കാരണം അവർ വളരെ ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് വിഭാഗം ഒന്നിക്കണം. കാരണം അന്ന് ചില ദൗർഭാഗ്യകരമായ കാരണം കൊണ്ട് രണ്ടായി ഭിന്നിച്ചു. പക്ഷെ ഇന്നിപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി. ഇന്ന് ഒന്നിച്ചു പോവേണ്ടതും അതുപോലെ എപ്പോഴും മനുഷ്യ മനസ്സ് സന്തോഷമാണല്ലോ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരുപാട് സമ്പത്ത് ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കാനും കേസ് കൊടുക്കാനും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊക്കെ നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയാണ്. ഇന്നിപ്പോൾ ജനങ്ങളത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫാസ്റ്റ് ആവട്ടെ എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. വീണ്ടും ആ ഐക്യ ചർച്ചകൾക്കുള്ള മധ്യസ്ഥനാകുന്നുള്ള ചുമതല വരുമെന്നുള്ള പ്രതീക്ഷയിലുണ്ടോ? ഞാനത് പിന്നെ റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കാം. ഇനി നല്ല ആരെങ്കിലും ഒരാൾ കിട്ടുമെങ്കിൽ അവർക്ക് കൂടുതൽ ഫാസ്റ്റാക്കി ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണ്. അവിടെയും നമ്മുടെ എല്ലാ സഹകരണം. മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇനി ഇല്ലാന്നാണോ? അല്ല, മധ്യസ്ഥ ചർച്ചക്ക് റെഡിയാണ്. പക്ഷേ പിന്നെ സംഘടനകൾ പറയുകയാണെങ്കിൽ നോക്കാം. പക്ഷെ അതോടൊപ്പം നമുക്ക് സഹായികളായിട്ട് കൂടുതൽ കരുത്തുറ്റ ആരെങ്കിലുമൊക്കെ ഇതിനൊന്നുകൂടി ലീഡർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം രണ്ട് വലിയ സംഘടനകളാണല്ലോ. അപ്പോൾ ആ സംഘടനകൾക്ക് നമ്മൾ കാര്യങ്ങൾ ഒന്നുകൂടിയും ഭംഗിയായി പറഞ്ഞ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കുറച്ചുകൂടിയും നല്ല കരുത്തുറ്റ ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനും, അതല്ല നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ട ഘട്ടം വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാനും ഒക്കെ തയ്യാറാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ്. രണ്ടു കൂട്ടരും ഒരേപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ
വളരെ വേഗത്തിൽ തന്നെ സമ്പൂർണ്ണ ലയനം എന്നുള്ളത് യാഥാർത്ഥ്യമാകൂ എന്നുള്ളതാണ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് പറയുന്നത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.